PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നും നമ്മൾ യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പരീക്ഷ കഴിയുന്നത് വരെ കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ കുറച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക. വീഡിയോസൊക്കെ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ചാനൽ കണ്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, മണിപ്പൂരാണ് കേട്ടോ. മണിപ്പൂർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, മണിപ്പൂർ. ഓക്കെ, അപ്പോൾ ഉത്തരായന രേഖയുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരായന രേഖ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി വടക്ക് കേട്ടോ. ഉത്തരായന രേഖ അല്ലെങ്കിൽ 23.5 ഡിഗ്രി വടക്ക് എന്നാണ് പറയുക. 23.5 ഡിഗ്രി വടക്ക്, അതാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. അതുപോലെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഇന്ത്യയെ, അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണെന്ന് പറഞ്ഞു. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായിട്ട് വേർതിരിക്കുന്ന രേഖ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനങ്ങളല്ലേ ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയാണ്? 8 സംസ്ഥാനങ്ങളാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ് ആ 8 എണ്ണം എന്ന് പറയുന്നത്? ഓർത്തിരിക്കാനുള്ള ചെറിയ കോഡ് പറഞ്ഞുതരാം. MTയും MGRും JCB വാങ്ങി. ഇതാണ് നമ്മുടെ കോഡ് കേട്ടോ. MTയും MGRും JCB വാങ്ങി. ഈ ഒരു കോഡിലൂടെ നമുക്ക് 8 സംസ്ഥാനങ്ങൾ കിട്ടും ഉത്തരായന രേഖ കടന്നു പോകുന്നത്. MT എന്ന് പറയുമ്പോൾ ആദ്യത്തെ M എന്താണ്? മധ്യപ്രദേശ്. T എന്ന് പറയുന്നത് എന്താണ്? ത്രിപുര. അടുത്ത M എന്ന് പറയുന്നത് എന്താണ്? മിസോറാം. G എന്ന് പറയുന്നത് ഗുജറാത്ത്. R എന്ന് പറയുന്നത് രാജസ്ഥാൻ. J എന്ന് പറയുന്നത് ജാർഖണ്ഡ്. C എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്. B എന്ന് പറയുന്നത് ബംഗാളാണ്, വെസ്റ്റ് ബംഗാൾ. അതിൻ്റെ B ആണ് കേട്ടോ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ: മധ്യപ്രദേശ്, ത്രിപുര, മിസോറാം, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ എന്നിവ. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനമാണ് ഏത്? ഗുജറാത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഇനി കിഴക്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മിസോറാം ആണ് കേട്ടോ. ഉത്തരായന രേഖ കടന്നു പോകുന്ന കിഴക്കുള്ള സംസ്ഥാനം മിസോറാം, പടിഞ്ഞാറുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇനി ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ മാഹി നദിയാണ് കേട്ടോ. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് ഏത്? മാഹി എന്ന് പറയുന്ന നദി. ഈ ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ഉദയ്പൂർ എന്ന് പറയുന്ന നഗരമാണ് ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം. ഉദയ്പൂർ എന്ന് പറയുന്നത് ത്രിപുരയിലാണ് ഉദയ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് റാഞ്ചിയാണ് കേട്ടോ. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരമാണ് റാഞ്ചി എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇനി ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന
ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് മധ്യപ്രദേശാണ് കേട്ടോ. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശ് ആണെന്ന് ഓർത്തിരിക്കുക. ഉത്തരായന രേഖയുടെ തെക്കു ഭാഗം ഉഷ്ണമേഖലയിൽ വടക്കു ഭാഗമാണ്. ഓക്കെ, ഉത്തരായന രേഖയുടെ ഏറ്റവും തെക്കു ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ്. ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലും ഉത്തരായന രേഖയുടെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഉപോഷ്ണ മേഖലയിലുമാണ്. ഉപോഷ്ണ മേഖല. ഉത്തരായന രേഖയുടെ തെക്കു ഭാഗം ഉഷ്ണമേഖലയിലും വടക്കു ഭാഗം ഉപോഷ്ണ മേഖലയിലുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല എന്നീ രണ്ട് മേഖലകൾക്കിടയിൽ വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാനഗരം ഏത് എന്ന് ചോദിച്ചാൽ, ഉത്തരായന രേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാനഗരം അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഹമ്മദാബാദ് ആണ് കേട്ടോ. അഹമ്മദാബാദ് ആണ് ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ നഗരം അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് അഹമ്മദാബാദ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആര്? ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ആരാണ് ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ദേശീയ ഗീതത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ ഗീതം, ദേശീയ ഗാനം PSC പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ ദേശീയ ഗീതത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്. ഇത് എഴുതിയിട്ടുള്ള ഭാഷ ചോദിക്കാറുണ്ട്. ഏത് ഭാഷയാ? ബംഗാളി ഭാഷ. വന്ദേ മാതരം എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ഇനി എപ്പോഴാണ് വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 24 ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ഇനി ഈ വന്ദേ മാതരത്തിന് രാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഗീതം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ആ രാഗം ഏത്? ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ദേശ് രാഗമാണ്. ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്നതിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം എന്ന് പറയുന്നത് ദേശ് രാഗവുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം എടുത്തിരിക്കുന്നത് 1882 രചിച്ച ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നുമാണ്. ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ രചിച്ചത് 1882 ആ ഒരു നോവലിൽ നിന്നുമാണ് നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. ഈ ആനന്ദമഠത്തിൽ എന്താണ് പ്രമേയം എന്ന് ചോദിക്കാറുണ്ട്. സന്യാസി കലാപം പ്രമേയമാക്കിയിട്ടുള്ള നോവലാണ് ആനന്ദമഠം 1882. ഇതിൽ നിന്നുമാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് എപ്പോഴാണ്? 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത്. ആദ്യമായിട്ട് ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ഇതിനെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ, വന്ദേ മാതരം ബംഗാളി ഭാഷയിലാണെന്ന് പറഞ്ഞു. അതിനെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അരബിന്ദോ ഘോഷാണ് കേട്ടോ. അരബിന്ദോ ഘോഷാണ് ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ഈ ഇംഗ്ലീഷിലുള്ള പരിഭാഷ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്നത് കർമ്മയോഗി എന്ന് പറയുന്ന മാസികയിലാണ്. കർമ്മയോഗി എന്ന മാസികയിലാണ് ഈ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്നത്. ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്ന പേരാണ്
മദർ ഐ ബോട്ട് ടു ദീ. മദർ ഐ ബോട്ട് ടു ദീ എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു വന്ദേ മാതരം ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദോ ഘോഷാണ്. മദർ ഐ ബോട്ട് ടു ദീ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ പറയുന്ന വന്ദേ മാതരം എടുത്തിട്ടുള്ള നോവൽ ആനന്ദമഠം. ആ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിനെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ് കേട്ടോ. നരേഷ് ചന്ദ്ര സെൻ ഗുപ്ത. നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ് ഈ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിനെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്ന പേരാണ് ദ അബേ ഓഫ് ബ്ലിസ്. ദ അബേ ഓഫ് ബ്ലിസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് തമിഴിലോട്ട് വിവർത്തനം ചെയ്തത് ആര് എന്ന് ചോദിക്കാറുണ്ട്. തമിഴിലോട്ട് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴിലോട്ട് വിവർത്തനം ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡാണ്. 65 സെക്കൻഡാണ് വന്ദേ മാതരം ആലപിക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. 1947 ഓഗസ്റ്റ് 15-ന്, ഓക്കെ, 1947 ഓഗസ്റ്റ് 15-ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വന്ദേ മാതരം ആലപിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ അത് സുജേത കൃപലാനിയാണ്. സുജേത കൃപലാനിയാണ് 1947 ഓഗസ്റ്റ് 15-ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വന്ദേ മാതരം ആലപിച്ച വനിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഈ ആനന്ദമഠം എന്ന് പറയുന്നത് സിനിമയാക്കിയിട്ടുണ്ടായിരുന്നു. ആനന്ദമഠം എന്ന് പറയുന്നതിനെ സിനിമയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ഹേമന്ത് ഗുപ്തയാണ് കേട്ടോ. ഹേമന്ത് ഗുപ്തയാണ് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിനെ സിനിമയാക്കിയതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. ആരാണ്? ഹേമന്ത് ഗുപ്ത. ഹേമന്ത് ഗുപ്ത. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ദേശീയ ഗീതം, അതായത് വന്ദേ മാതരവുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ദേശീയ ഗാനം. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് രചിച്ചത് ആദ്യം ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. അതെല്ലാവർക്കും അറിയുന്നതല്ലേ. ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണ്. അപ്പോൾ ഈ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് അല്ലേ. രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിച്ചത്. ഈ ജനഗണമന ആദ്യമായിട്ട് എവിടെയാണ് പ്രസിദ്ധീകരിച്ച് വന്നത്? തത്വബോധിനി. തത്വബോധിനി എന്ന് പറയുന്ന പത്രികയിൽ 1912 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ആ പ്രസിദ്ധീകരിക്കുന്ന സമയത്തെ പേരെന്തായിരുന്നു? ഭാരത് വിധാത. ഓക്കെ, ഭാരത് വിധാത എന്ന പേരിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന എഴുതിയത്. ജനഗണമന ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് തത്വബോധിനി പത്രികയിലാണ് 1912 ഭാരത വിധാത എന്ന പേരിലാണ്. അപ്പോൾ ജനഗണമനയുടെ മുൻകാല പേരാണ് ഭാരത വിധാത എന്ന് പറയുന്നത്. ഈ ജനഗണമന അടങ്ങിയിട്ടുള്ള പദ്യം ഏതെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ജനഗണമന ഉൾക്കൊണ്ടിട്ടുള്ള പദ്യം ഏതാണ്? ഭാരത് ഭാഗ്യോ വിധാത. ഭാരത ഭാഗ്യോ വിധാത എന്ന് പറയുന്ന പദ്യത്തിൽ നിന്നുമാണ് ദേശീയ ഗാനം എടുത്തിട്ടുള്ളത്. ഇനി ഈ ദേശീയ ഗാനത്തിൽ ടോട്ടലായിട്ട് 5 ചരണങ്ങളാണ് ഉള്ളത്. എത്ര ചരണമുണ്ട്? 5 ചരണങ്ങളാണ് ടോട്ടലായിട്ട് ഉള്ളത്. അതിലെ ഫസ്റ്റ് ചരണമാണ് ഏത്? ദേശീയ ഗാനം എന്ന് പറയുന്നത്. 5 ചരണമാണ് ടോട്ടലായിട്ട് ഈ ഭാരത ഭാഗ്യ വിധാതയിലുള്ളത്. അതിൽ ഒന്നാമത്തെ ചരണം വരുന്നതാണ് ദേശീയ ഗാനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ദേശീയ ഗാനത്തിൽ ജയ 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 എന്ന് പറയുന്ന വേർഡ് ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര പ്രാവശ്യം ജയ 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 എന്ന് പറയുന്നുണ്ട്? 10 ജയയാണ് ഉള്ളത്. ഓക്കെ, ജനഗണമനയിൽ ടോട്ടലായിട്ട് എത്ര ജയയുണ്ട്? 10 ജയയാണ് ഉള്ളത്. ഈ ജനഗണമനയെയും ഔദ്യോഗികമായി അംഗീകരിച്ചത്, വന്ദേ മാതരത്തെ അംഗീകരിച്ച അതേ വർഷം വിത്ത് ഡേറ്റ് ആണ് 1950 ജനുവരി 24 ജനഗണമനയെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. ഇനി ഈ ദേശീയ ഗാനങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ ആന്തമറ്റോളജി എന്നാണ് കേട്ടോ.
ആന്തമെറ്റോളജി എന്താണ്? ദേശീയ ഗാനങ്ങളെ പറ്റിയുള്ള പഠനമാണ് ആന്തമെറ്റോളജി എന്ന് പറയുന്നത്. ഇത് എഴുതിയിട്ടുള്ള ഭാഷ നമ്മൾ പറഞ്ഞു ഏതാണ്? ബംഗാളി അല്ലെ. ഭാഷ എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലാണ് ജനഗണമന എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഹിന്ദി പതിപ്പാണ് പക്ഷെ ഇപ്പോൾ പ്രചാരത്തിലുള്ളത് ഹിന്ദി പതിപ്പാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സംഗീതം നൽകിയത് ആരാണ്? ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂർ ആണ് കേട്ടോ. റാം സിംഗ് താക്കൂർ ആണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശങ്കരാഭരണം. ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് ജനഗണമന തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആലപിക്കാൻ എടുക്കുന്ന സമയം ചോദിക്കാറുണ്ട്. 52 സെക്കൻഡ്. 52 സെക്കൻഡ് ആണ് നോർമൽ ആലപിക്കാൻ എടുക്കുന്ന സമയം. ഇനി ഇതിൻ്റെ ഷോർട്ട് വേർഷൻ ഉണ്ട്. ഷോർട്ട് വേർഷൻ എന്താണ് ആലപിക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ് ആണ്. ഓക്കെ, 52 സെക്കൻഡ്സിലാണ് നോർമലി ജനഗണമന എന്ന് പറയുന്നത് പാടാനുള്ള സമയം. ഇനി ഷോർട്ട് വേർഷൻ ആലപിക്കാനായിട്ട് എടുക്കുന്ന സമയം 20 സെക്കൻഡ്സ് ആണ്. 20 സെക്കൻഡ് കൊണ്ടാണ് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? 1911 ഡിസംബർ 27 നടന്ന കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1911 ഡിസംബർ 27 നടന്ന കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ആലപിക്കുന്നത്. ആദ്യമായിട്ട് ആലപിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. സരളാദേവി ചൗധറാണി. സരളാദേവി ചൗധറാണിയാണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? കൊൽക്കത്ത സമ്മേളനത്തിൽ 1911 ആലപിക്കുന്നത്. സരളാദേവി ചൗധറാണി. ഓക്കെ, ഇനി ഇതിനെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജനഗണമനയെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതിന് ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്ന പേരാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. മോർണിംഗ് സോങ് കേട്ടോ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജനഗണമനയാണ്. നമ്മുടെ ദേശീയ ഗാനമാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഇംഗ്ലീഷ് പരിഭാഷയാണ് കേട്ടോ. ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്ന പേരാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ രവീന്ദ്രനാഥ ടാഗോറിനെ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്താനായിട്ട് സഹായിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മാർഗരറ്റ് കസിൻസ് ആണ് കേട്ടോ. മാർഗരറ്റ് കസിൻസ് ആണ് രവീന്ദ്രനാഥ ടാഗോറിനെ ഈ പറയുന്ന ഇംഗ്ലീഷിലോട്ട് പരിഭാഷ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചയാള് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇത് എവിടെ വെച്ചാണ് തർജ്ജമ ചെയ്തത്? ടാഗോർ എവിടെ വെച്ചാണ് തർജ്ജമ ചെയ്തത്? ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് ടാഗോർ മാർഗരറ്റ് കസിൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇംഗ്ലീഷിലോട്ട് ഇതിനെ പരിഭാഷപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ജനഗണമനയെ? കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആണ് കേട്ടോ. കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആണ് ഇതിൽ മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തുന്നത്. ഇനി ഇതിനെ ഹിന്ദിയിലോട്ടും ഉറുദുവിലോട്ടും പരിഭാഷപ്പെടുത്തിയത് ഒരേ വ്യക്തി തന്നെയാണ്. ആബിദ് അലിയാണ് കേട്ടോ. ആബിദ് അലിയാണ് ഇതിനെ ഹിന്ദിയിലോട്ടും ജനഗണമനയെ ഹിന്ദിയിലോട്ടും ഉറുദുവിലോട്ടും പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ആബിദ് അലിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഏതാണ്? ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ് അമർ സോനാർ ബംഗ്ല. എന്താണ്? അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ്. അതിവിടെ പറയാൻ കാര്യം എന്താ? അത് എഴുതിയത് ആരാണ്? ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതുന്നത്. ആ സമയത്ത് ഏത് സമയത്താണ് എഴുതുന്നത്? 1905 ബംഗാൾ വിഭജന കാലത്താണ് ടാഗോർ അമർ സോനാ ബംഗ്ല എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സിനിമാ തിയേറ്ററുകളിലൊക്കെ നമ്മൾ ദേശീയ ഗാനം കേൾപ്പിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലവനാണ് BR ശർമ്മ. ആരാണ്? സിനിമാ തിയേറ്ററുകളിൽ ദേശീയ ഗാനം കേൾപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് അവലോകനം ചെയ്യുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് BR ശർമ്മ. അദ്ദേഹമാണ് അതിൻ്റെ തലവൻ. BR ശർമ്മയാണ് തലവൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക.
ഇനി 1943 ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്, ആസാദ് ഹിന്ദ് ഫൗജ് ദേശീയ ഗാനമായി അംഗീകരിച്ചത് ഏതാണ്? ക്വാമി തരാനയാണ് കേട്ടോ. ക്വാമി തരാനയാണ് എന്ത് 1943 ആസാദ് ഹിന്ദ് ഫൗജ് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഇവിടെ ദേശീയ ഗാനം ദേശീയ ഗീതവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഭവാനി എന്ന് പറയുന്ന ഏത് നദിയുടെ പോഷക നദിയാ? ഓപ്ഷൻ എ കാവേരി അല്ലേ. കാവേരിയുടെ പോഷക നദിയാണ് ഭവാനി എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, 3 ഏതൊക്കെയാണ്? കബനി, 2 ഭവാനി, 3 പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം കബനിയെ കുറിച്ച് നോക്കാം. കബനിയെ കുറിച്ച് പറയുമ്പോൾ നീളം എത്രയാണ്? ആകെ നീളം 240 കിലോമീറ്റർ ആണ്. ആകെ നീളം 240 കിലോമീറ്റർ. എന്നാൽ കേരളത്തിലുള്ള നീളം എന്ന് പറയുന്നത് 56.6 കിലോമീറ്റർ ആണ്. കേരളത്തിലുള്ള ആകെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആകെ നീളം കബനിയുടെ 240, കേരളത്തിലുള്ള നീളം 56.6 കിലോമീറ്റർ ആണ്. ഇനി എവിടെ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത്? തൊണ്ടാർമുടി വയനാടിൽ നിന്നുമാണ് കബനി നദി ഉത്ഭവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാണ്? അത് കബനി നദിയാണ്. ഓക്കെ, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി നദി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. അതുപോലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഏത്? കുറുവ ദ്വീപ് കേട്ടോ. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് ഏതെന്ന് പറയുന്നത്? കബനി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി നദി. എന്നാൽ തിരിച്ച് കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലോട്ട് ഒഴുകുന്നത് ഏതാണ്? വളപട്ടണം പുഴയാണ് കേട്ടോ. വളപട്ടണം പുഴയാണ് കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച കേരളത്തിൽ പതിക്കുന്നത്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച കർണാടകയിൽ പതിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ കബനിയാണ്. തിരിച്ചാണെങ്കിൽ അത് വളപട്ടണം പുഴ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഈ കബനി നദി രൂപം കൊള്ളുന്നത് ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ്? പനമരം, അതുപോലെ മാനന്തവാടി. പനമരവും മാനന്തവാടിയും കൂടെ ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? കബനി നദിയായിട്ട് മാറുന്നത്. പനമരവും മാനന്തവാടിയും കൂടെ ചേരുമ്പോഴാണ് കബനി നദിയായിട്ട് മാറുന്നത്. പ്രാചീന കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കബനി നദിയാണ് കേട്ടോ. കബനി നദിയാണ് കപില എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. ഈ കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ. എന്താണ്? തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കബനി നദി കാവേരി നദിയുമായി ചേരുന്നത്. കബനി നദി കാവേരി നദിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ എന്ന് പറയുന്നത്. ഇനി കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ നാഗർഹോൾ ദേശീയോദ്യാനമാണ്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം എന്ന് പറയുന്നത് കർണാടകയിലാണ്. നാഗർഹോൾ ദേശീയോദ്യാനം കർണാടകയിലാണ്. ഇനി കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പതന സ്ഥാനം എവിടെയാണ്? കബനി നദിയുടെ പതന സ്ഥാനം എന്ന് പറയുന്നത് കാവേരി നദിയാണ് കേട്ടോ. കർണാടകയിലുള്ള കാവേരി നദിയാണ് ഇതിൻ്റെ പതന സ്ഥാനം എന്ന് പറയുന്നത്. കബനിയുടെ പതന സ്ഥാനം എന്ന് പറയുന്നത്. ഇനി അടുത്ത കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി കഴിഞ്ഞാൽ ഏതാണ്? ഭവാനി നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 217 കിലോമീറ്റർ ആണ്. 217 കിലോമീറ്റർ ആണ്.
കേരളത്തിലെ നീളം എന്ന് പറയുന്നത് 37.5 കിലോമീറ്റർ. ആകെ നീളം 217. കേരളത്തിലെ നീളം 37.5 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? നീലഗിരി. നീലഗിരിയിൽ നിന്നുമാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. പതിക്കുന്നത് കാവേരി നദിയിലാണ്. തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഭവാനി നദി എന്ത് ചെയ്യുന്നത്? ഭവാനി നദി ചെന്നു പതിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഏതൊക്കെ? ശിരുവാണി, അതുപോലെ വരയാർ. ശിരുവാണി, വരയാർ എന്നിവയാണ് പ്രധാനപ്പെട്ട ഭവാനി നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ശിരുവാണി എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കുന്നത്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ശിരുവാണി നദി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് കൂടിയാണ് ഏത്? ശിരുവാണി അണക്കെട്ട് എന്ന് പറയുന്നത് കേട്ടോ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. അതുപോലെ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് ഭവാനി. എന്ത് തടയണയാണ്? മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് ഭവാനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാമ്പാർ, മൂന്നാമത്തെ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഏത്? പാമ്പാർ എന്ന് പറയുന്നത്. പാമ്പാറിന്റെ ആകെ നീളം 31 കിലോമീറ്റർ ആണ്. 31 കിലോമീറ്റർ ആണ് ആകെ നീളം. കേരളത്തിലേത് 25 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബെൻമൂർ. എവിടെയാണ്? ബെൻമൂർ എന്ന് പറയുന്നത് എവിടെയാ? ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ വരുന്നത്. ബെൻമൂർ എന്ന് പറയുന്നതാണ് ഉത്ഭവസ്ഥാനം, പാമ്പാറിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഇനി പതനസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി നദി തന്നെയാണ്. തമിഴ്നാട്ടിലെ കാവേരി നദി തന്നെയാണ് ഇതിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ പാമ്പാറിന്റെ പ്രത്യേകത ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നതാണ് കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ നദി എന്ന് പറയുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ്. ഏറ്റവും വലുത് കബനിയാണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്ന ഏതാണ്? അത് പാമ്പാറാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. ഇനി തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഏത്? പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? പാമ്പാർ തന്നെയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പറയുന്നത്. പാമ്പാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരവികുളം, മയിലാടി, അതുപോലെ തീർത്ഥമല, ചെങ്കലാർ, തേനാർ, പാമ്പാർ. ഓക്കെ, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഇരവികുളം, അതുപോലെ തന്നെ മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ, ഇതെല്ലാം എന്താണ്? പാമ്പാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഈ പാമ്പാറും തേനാറും പാമ്പാറും കൂടിയിട്ട് തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാവുന്ന കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് അമരാവതി എന്ന് പറയുന്നത് കേട്ടോ. പാമ്പാറും തേനാറും കൂടിയിട്ട് എവിടെ വെച്ച്? തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാവുന്ന കാവേരി നദി. പാമ്പാറും തേനാറും കൂടെ സംഗമിച്ചിട്ടാണ്, തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? കാവേരി ഉണ്ടാവുന്നത്. കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏത്? അമരാവതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് പറഞ്ഞത്. മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റു ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്